സൗന്ദര്യം കണ്ട് മതി മറന്നു നിന്ന ഏതെങ്കിലും അന്യഭാഷാ നടിമാരും വല്ലതും ഉണ്ടോ? ശാരദാമ്മ പറഞ്ഞതിനെല്ലാം കറക്റ്റ് അല്ലേ? അല്ലേ? ശാരദാമ്മ നല്ല സുന്ദരിയായിരുന്നു. ഇപ്പൊ അത് പ്രകൃതിയുടെ നിയമമാണ് പ്രായമാവാന്നുള്ളത്. നമ്മൾ കാണുന്ന ആദ്യത്തെ ശാരദാമ്മനെ കണ്ടിട്ട് അല്ല, എന്നാൽ ഈ കോളേജ് ടൈമിലൊക്കെ ദിലീപേട്ടൻ ഭയങ്കര ഫണ്ണി ജോവിയൽ ഒരാളായിരുന്നേ. സാധാരണ ഈ പെൺകുട്ടികൾക്ക് ആ സമയമൊക്കെ ഇങ്ങനെ തമാശ പറയുന്നവരോട് ഭയങ്കര ഇഷ്ടമൊക്കെയാ. അപ്പൊ സ്കൂളിലും കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ ദിലീപേട്ടന് പ്രേമലേഖനങ്ങളോ വല്ല ഏതെങ്കിലും പെൺകുട്ടികൾ തന്നിട്ടുണ്ടോ? പ്രേമലേഖനം തന്നിട്ടൊന്നുമില്ല. തന്നിട്ടോ? അത്രയ്ക്ക് സ്നേഹം വല്ലതും വന്ന് പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ ഉണ്ടാവാം. അതൊക്കെ ഉണ്ടാവാന്നോ? അല്ല, അവരൊക്കെ ഇപ്പം വിചാരിക്കുന്നു എന്തിനാ വെറുതെ അവര്. അല്ല, ദിലീപേട്ടൻ പ്രേമലേഖനം വല്ല ഈ കാർബൺ കോപ്പി വെച്ച് എഴുതുക അങ്ങനെ എന്തെങ്കിലും? കാർബൺ കോപ്പിയോ? അങ്ങനെയല്ല. ഈ ഒരു സമയം അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ വാട്സപ്പ് ഇല്ലല്ലോ. ഇങ്ങനെ ഒരു ലേഖനം എഴുതി തന്നെ അന്നത്തെ പ്രണയം എന്ന് പറയും. ഇന്നിപ്പോ വാട്സപ്പിൽ പെട്ടെന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞ കാര്യങ്ങൾ സംസാരിക്കാന്നുള്ളല്ലോ. മറ്റേന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ കണ്ടു, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അവരോട് ഇഷ്ടം, നമുക്ക് അവരറിയുന്നില്ല നമുക്ക് ഇഷ്ടമുണ്ടെന്ന്. പിന്നെ നമ്മളിങ്ങനെ അവരുടെ ശ്രദ്ധയപ്പെടാൻ വേണ്ടി നടക്കുന്ന ഒരു കാലഘട്ടം. പിന്നെ അവർ ഇടയ്ക്ക് നമ്മൾ ഇതിൽ തമാശ അമരിച്ചിരിക്കുന്നു. അത് പിന്നെ എന്തെങ്കിലും ഒരു സംസാരം വരുന്നു. പിന്നെ നമ്മളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊരു വലിയ പ്രോസസ്സാണ് ഈ പ്രണയം എന്ന് പറയുന്നത്. ഇപ്പം ഭയങ്കര ഫാസ്റ്റാണ് അല്ലേ? അത് വേറൊരു ഫീൽ തന്നെയാണ്. ഒരു ഡിവൈൻ പ്രോസസ്സാണ് റിയൽ ലവ് എന്ന് പറയുന്നത് അല്ലേ? ആണ് ആണ്. കാരണം നമ്മളിത് കാണുമ്പോൾ നെഞ്ചിടിക്കുക, ഇതാവും, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാനും. അല്ല, അന്ന് സ്നേഹിച്ച പ്രണയം പറയാത്ത വല്ല ചേച്ചിമാരുണ്ടെങ്കിൽ ഇന്ന് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ടാവും. കാരണം അന്ന് സ്നേഹം പറഞ്ഞ് കല്യാണം കഴിക്കുമായിരുന്നെങ്കിൽ ഇന്ന് ശരിക്കും ദിലീപേട്ടന്റെ വൈഫായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നില്ലേ? അങ്ങനെയൊക്കെ ആരൊക്കെ ഒന്നിക്കണം എന്തൊക്കെയാണെന്ന് മേലിൽ ഒരാൾ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ആ സ്ഥലത്തേക്ക് ഇതൊക്കെ പോയി കറങ്ങി വരുള്ളൂ. നമ്മുടെ കയ്യിലല്ല ഇതൊന്നും. സത്യം സത്യം അല്ലേ? ഞാനിപ്പോ ചെയ്യുന്ന സിനിമയുടെ മെയിൻ എലിമെന്റ് തന്നെ അതാണ്. ഇപ്പൊ ഞാൻ നമ്മുടെ പ്രൊഡക്ഷനിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഔട്ട് ആൻഡ് ഔട്ട് റൊമാൻറ്റിക് കോമഡി മൂവിയാണ്. അതിൽ പുതിയതായിട്ട് 4 ഹീറോയിൻസ് വരികയാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറോയിൻ സ്ഥാനത്തേക്ക് പുതിയതായിട്ട് 4-5 പേര് വരുന്നുണ്ട്. അതിൽ ഞാനും രാധിക ചേച്ചിയാണ് ഒരു ക്യാരക്ടർ, രാധിക ശരത്കുമാർ, പിന്നെ ജോണി, പിന്നെ ധർമ്മജൻ, പിന്നെ ഒരുപാട് വേറെ കുറേ ആർട്ടിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന് ഈ പറയുന്ന പോലെ ഒരു മനുഷ്യനിൽ പ്രണയം എപ്പോൾ സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ആർക്കും ചിലർ കമ്മിറ്റഡ് ആയിരിക്കും, പക്ഷെ പ്രണയം ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവാം. അതൊക്കെ ഓരോ നിമിഷത്തിൽ നമുക്ക് മനസ്സിന് ഒരുപാട് അറകളുള്ള പോലെ ഒരാൾക്ക് സ്ഥിരം എല്ലാവരോടും പ്രണയം ഉണ്ടാവാം. ചിലത് വർക്കൗട്ട് ആവും, ചിലത് വർക്കൗട്ട് ആവില്ല. പിന്നീട് നമ്മൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ ചിലപ്പോൾ ഒരാൾ വേറെ ഭാര്യയായിട്ടായിരിക്കും അല്ലെങ്കിൽ ഭർത്താവായിട്ടായിരിക്കും. എന്നാലും ചിലപ്പോൾ അവരിൽ ആ സുഹൃത്തുക്കൾ എന്ന് പറയുന്നൊരു സാധനം ഇപ്പോഴും കിടക്കുന്നുണ്ടാവും. ആണ്.